ഹലോ എല്ലാവർക്കും സുഖമല്ലേ? അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആട്ടോ. ഞാനിപ്പോൾ പെരിന്തൽമണ്ണയിലാണ് ഉള്ളത്. എൻ്റെ ഫ്രണ്ട് ജവാദിൻ്റെ കല്യാണത്തിന് വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും തലേ ദിവസം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. റിസോർട്ടിലാട്ടോ നൈറ്റ് സ്റ്റേ ചെയ്തത്. ഞങ്ങൾ ഗേൾസിൻ്റെ മുകളിലത്തെ നിലയിലും ബോയ്സിൻ്റെ താഴത്തെ നിലയിലും ആയിരുന്നു കേട്ടോ. അപ്പോൾ രാത്രി ഉറങ്ങാൻ ഒരു 3 മണിക്ക് ആയിട്ടോ എല്ലാവരും വർത്താനം പറഞ്ഞിരുന്നു. രാവിലെ എണിച്ചപ്പോൾ 8:30 ജസ്റ്റ് പുറത്തൊക്കെ ഇറങ്ങി പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് താഴെ നോക്കിയപ്പോഴേക്കും ബോയ്സൊക്കെ റെഡി ആയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഒരേപോലത്തെ ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഗേൾസിൻ്റെ കലാപരിപാടികൾ തുടങ്ങി. കുറേ പേര് മേക്കപ്പ് ഇടുന്നുണ്ടായിരുന്നു, കുറേ പേര് ഹെയർ സ്ട്രൈറ്റനിങ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും 10:30 ഞാൻ റെഡി ആയിട്ടോ. ഇതാണ് എൻ്റെ ഡ്രസ്സ്. എല്ലാവർക്കും ഇഷ്ടമായില്ലേ? പുതിയത് വാങ്ങിയതാട്ടോ. അങ്ങനെ ഞങ്ങൾ 4-5 കാറിലായിട്ട് എല്ലാവരും റിസോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ. നമുക്കൊരു 10:30 ചെക്കൗട്ട് ചെയ്തു അവിടെ നിന്ന്. പിന്നെ നമുക്ക് നേരെ ഓഡിറ്റോറിയത്തേക്കാട്ടോ പോവേണ്ടിയിരുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങി വണ്ടിയിൽ 4-5 പേരും കൂടി തിക്കി നിറച്ചിട്ടൊക്കെ ആട്ടോ ഇരിക്കുന്നുണ്ടായിരുന്നത്. ഞാൻ എൻ്റെ കൂടെ വന്നവരൊക്കെ പരിചയപ്പെടുത്താം. ഇത് മഞ്ജു, ഇത് പിന്നെ നമ്മുടെ സ്വന്തം എൽസ. പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് സാജിദേനെയാണ് കേട്ടോ. സാജിദ തമിഴ്നാട്ടിലാണ്, അവളുടെ വീട് ചെന്നൈയിൽ അങ്ങോട്ടാട്ടോ. പിന്നെ ഇത് വൈഷ്ണവേട്ടൻ, പിന്നിലിരിക്കുന്നത് പ്രിൻസാണ്, ഇത് ക്രിസ്സാട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. രാവിലെ എണീറ്റതാണ്, ആരും ഒരു വെള്ളം പോലും കുടിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് ചായയും പിന്നെ കടിയും കഴിച്ചിട്ട് നേരെ ജവാദിൻ്റെ വീട്ടിൽ പോയിട്ടോ. അവിടെ ബോയ്സ് എല്ലാവരും ഭയങ്കര ഫോട്ടോ സെഷനിലായിരുന്നു. അങ്ങനെ ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം വർത്താനം പറഞ്ഞിരിപ്പിക്കും നമ്മുടെ ചെക്കൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ അവൻ ഞങ്ങൾക്ക് എന്താ കണ്ണാടീൻ്റെ അതേ കൂടെ ടാറ്റയൊക്കെ തരുന്നുണ്ട്. എന്താണെന്നറിയില്ല, അതിന് വലിയ നാണൊന്നും എനിക്ക് കണ്ടില്ല കേട്ടോ. പക്ഷേ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയപ്പോഴേക്കും ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിട്ട് വീഡിയോഗ്രാഫിക്ക് വേണ്ടിയിട്ട് പോസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കുറച്ച് നേരം നോക്കിക്കൊണ്ട് നമ്മൾ വെൽക്കം ഡ്രിങ്ക് കുടിക്കാൻ പോയിട്ടോ. ഞാൻ വാട്ടർമെലൻ്റെ ജ്യൂസാണ് കുടിച്ചത്. അത് കഴിഞ്ഞ് കുറച്ച് നേരം നല്ല വെയിലൊക്കെ കൊണ്ട് പുറത്ത് നിന്നിട്ട് നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടോ. അങ്ങനെ ഞങ്ങളുടെ ചെക്കന്മാരെല്ലാവരും കൂട്ടി അവനെ സ്റ്റേജിൽ കയറ്റി. പിന്നെ ഫോട്ടോ സെഷൻ ആയിരുന്നു കേട്ടോ. ഒട്ടും തന്നെ വൈകിയില്ല. നമുക്ക് ഒത്തിരി വിശപ്പുള്ളതുകൊണ്ട് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം നേരെ ഫുഡ് കഴിക്കാൻ കയറിയിട്ടോ. ഞാൻ ബീഫ് ബിരിയാണി മട്ടൻ ബിരിയാണി കുറച്ച് വെച്ചെടുത്തു. പിന്നെ ചില്ലി ചിക്കൻ ഉണ്ടായിരുന്നു, നമ്മുടെ സാലഡ് ഉണ്ടായിരുന്നു, നല്ല മുന്തിരിയുടെ അച്ചാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഐസ്ക്രീമൊക്കെ കഴിക്കാനുണ്ടായിരുന്നു. എന്തോ ഐസ്ക്രീം കഴിക്കാൻ തോന്നിയില്ല, അതുകൊണ്ട് കഴിച്ചില്ല. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മളെ തിരുപ്പൂർ പഠിപ്പിച്ചിരുന്ന സാറാട്ടോ, ഞങ്ങളുടെ ക്ലാസ് കോർഡിനേറ്റർ ആയിരുന്നു 3 വർഷം. വിമൽ സാറും ഭാര്യ ഉണ്ണിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് ഞങ്ങൾ നേരെ പെണ്ണിൻ്റെ വീട്ടിലോട്ട് പോയിട്ടോ. പെണ്ണിൻ്റെ വീട് എത്തിയപ്പോഴേക്കും ആകെ ക്ഷീണിച്ചു കേട്ടോ. കാരണം ഒരു 3/4 മണിക്കൂറോളം കറങ്ങിയിട്ടാണ് അവിടെ എത്തിയത്. വെൽക്കം ഡ്രിങ്കൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. കുബൂസും കാപ്പിയും പിന്നെ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടായിരുന്നു, പിന്നെ മയോണൈസ് സോസും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂട്ടി കഴിച്ചു. അതിൽ നേരെ അവിടെ എത്തിയപ്പോഴേക്കും സ്റ്റേജിൽ പെണ്ണെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പെണ്ണിനെ അപ്പോഴാണ് കാണുന്നത്. കുറച്ച് നേരം അവിടെ നിന്ന് നമ്മൾ അവിടുത്തെ വീട്ടിൽ നിന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറിയിട്ട് പെരിന്തൽമണ്ണ KSRTC സ്റ്റാൻഡിലേക്കാട്ടോ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ബോയ്സ് അവിടെ ഇറക്കിയിട്ട് പോയിട്ടോ. എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് നേരെ സ്റ്റാൻഡിൽ പോയി. ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചതിൻ്റെയും പിന്നെ വൈകിട്ട് ബ്രോസ്റ്റഡ് കഴിച്ചതിൻ്റെ ഒക്കെ ഭയങ്കര ദാഹമുള്ളതുകൊണ്ട് തന്നെ KSRTC സ്റ്റാൻഡിൽ നിന്ന് ഒരു കുപ്പി വെള്ളമൊക്കെ വാങ്ങിയിട്ട് അത് അക്ഷയാട്ടോ. അങ്ങനെ അവിടെ നിന്ന് തൃശ്ശൂർക്കുള്ള ബസ് കിട്ടി. നേരെ പട്ടാമ്പി സ്റ്റാൻഡിലാണ് ഞാൻ ഇറങ്ങിയത്. അവിടെ നിന്ന് അപ്പം തന്നെ എനിക്ക് ഗുരുവായൂർ ബസ് കിട്ടിയിട്ടോ. ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞാൻ മമ്മിയുടെ എത്തി. എൻ്റെ അനിയനെ വിളിക്കാൻ വന്നു. നേരെ വീട്ടിലോട്ട് പോയിട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വ്ളോഗ് ഞാൻ വൈൻഡപ്പ് ചെയ്യാട്ടോ. ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ.